വൈകുന്നേരം 6 മണിക്ക് പെട്ടെന്നൊരു എമർജൻസി കോൾ വന്നു. എമർജൻസി പോയി നോക്കുമ്പോൾ ഒരു 75 വയസ്സുള്ള ഒരു ലേഡി കിടക്കുകയാണ്. ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ, അറിവ് ചെയ്തിട്ടേ ഉള്ളൂ. പേഷ്യന്റ് പൾസ് ഇല്ല, BP ഇല്ല, പേഷ്യന്റ് മരിച്ചിടും. അപ്പൊ നമ്മൾ റെസിസിറ്റേറ്റ് ചെയ്തു എന്ന് പറയും, കാർഡിയക് റെസിസിറ്റേഷൻ ചെയ്തു. അങ്ങനെ പേഷ്യന്റ് വീണ്ടും ECG അടിക്കാൻ തുടങ്ങി. പക്ഷെ BP ഒക്കെ വളരെ കുറവാണ്, ബോധമില്ല. അപ്പൊ അവർക്കൊരു സംശയം, പേഷ്യന്റ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു. കാത്ത് ലാബ് എന്ന് പുറത്ത് വന്നപ്പം ആൾക്കാർ കുറെ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഡോക്ടറെ ഈ പേഷ്യന്റ് ശരിക്കും മരിച്ചിട്ടുണ്ടോ ഇല്ലയോ? അങ്ങനെ പേഷ്യന്റിന് ICUയിൽ ഡേ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, പേഷ്യന്റ് ബോധം വന്നിട്ടില്ല. വെന്റിലേറ്ററിലാണ് പേഷ്യന്റ്. ഞങ്ങൾ പറഞ്ഞു ട്രക്യോസ്റ്റമി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അത് ചെയ്യണം. അപ്പം പേഷ്യൻസിന്റെ പാർട്ടിയൊക്കെ വളരെ ഇതാക്കി, കാരണം പേഷ്യന്റ് ജീവിക്കോ ഇല്ലയോ, വെറുതെ ചെയ്തതാണോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു പല ഡൗട്ടും ഉണ്ട് ഇതവർക്ക്. ഒരു 2-3 ആഴ്ച കൊണ്ട് പേഷ്യന്റിന്റെ കിഡ്നി ഇമ്പ്രൂവ് ആയി, ഇൻഫെക്ഷൻ ശരിയായി, ഹാർട്ട് ഇമ്പ്രൂവ് ആയി, പേഷ്യന്റ് ഫുൾ കോൺഷ്യസ് ആയി. പിന്നെ നമ്മൾ ട്രക്യോസ്റ്റമി ചെയ്യേണ്ടി വന്നില്ല, പേഷ്യന്റ് വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു പേഷ്യന്റിന്. പിന്നെ പേഷ്യന്റ് ഫുള്ളായിട്ട് ഇമ്പ്രൂവ് ആയി, ICU റൂമിലേക്ക് പോയി. അപ്പം എന്നെ സംബന്ധിച്ചാണ്, ഞാൻ ഭയങ്കര ഒരാഴ്ച എനിക്ക് ഉറക്കം വന്നിരുന്നില്ല, കാരണം ഈ പേഷ്യന്റിന്റെ സ്ഥിതി ഇത്ര മോശമായതുകൊണ്ട്. അതിനുശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു ഭയങ്കര ഒരു ഹീറോയിക് ആക്ടിവിറ്റി ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ്. ഇത് മരിച്ച പേഷ്യൻസിൽ ഇവർ വെറുതെ ചെയ്തതാണ്, ഈ പേഷ്യന്റ് ഓൾറെഡി മരിച്ചതാണ്, അങ്ങനെ അവർ വിശ്വസിച്ച് ഒരാഴ്ച വരെ. എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ആ ഒരു പശ്ചാത്താപം കൊണ്ടാണ് അവർ ഈ കണ്ണുനീർ, ഈ ഡോക്ടറെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ ഈ സെറ്റപ്പിനോടൊക്കെ. അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു, ഇത് വളരെ വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം ഈ പേഷ്യൻ്റ് അഥവാ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവരുടെ സംശയം അത് സാധൂകരിച്ചന്. പഴയ കാലത്തൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമായിരുന്നു. ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള ഒരു വിശ്വാസത കുറവ്, അതായത് ആ ബന്ധം അത്ര ഒരു നല്ല രീതിയിലല്ല ഇന്നത്തെ കാലത്ത് ഉണ്ടാവുന്നത്. പഴയ കാലത്തൊക്കെ ഡോക്ടർ എന്ന് പറഞ്ഞ ദൈവമായിരുന്നു. ദൈവ തുല്യനായ ഒരു വ്യക്തിയായി എല്ലാവരും സമൂഹം കാണുമായിരുന്നു. ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വിശ്വസ്തത കുറഞ്ഞു വരും. ഞാനത് വളരെ വളരെ ഡീപ്പായി പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കാര്യം. ഞാൻ എൻ്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ MBBS MD DM ഒക്കെ കഴിഞ്ഞ് കാർഡിയോളജിയായി ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കാർഡിയോളജി ഒക്കെ എടുത്ത് വരുമ്പോൾ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, ഞാൻ ഭയങ്കര ഒരു ഡോക്ടറാണ്, ഞാൻ വളരെ നല്ല രീതിയിൽ എല്ലാ രോഗികളെയും എന്ത് ചെയ്യണം, പല രോഗികളെയും എനിക്ക് ജീവൻ രക്ഷപ്പെടുത്താൻ പറ്റും, ഇതിനൊരു ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ വേറൊരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്ന കാലത്ത്, അന്ന് ഞാനൊരു ഒരു ജൂനിയർ കൺസൾട്ടൻ്റ് ആയിരുന്നു. ആ സമയത്ത് ഒരു എമർജൻസി, വൈകുന്നേരം 6 മണിക്ക് പെട്ടെന്നൊരു എമർജൻസി കോൾ വന്നു. എമർജൻസി പോയി നോക്കുമ്പോൾ ഒരു 75 വയസ്സുള്ള ഒരു ലേഡി അവിടെ കിടക്കുകയാണ്. ജസ്റ്റ് എത്തിയിട്ടേ ഉള്ളൂ, അറിവ് ചെയ്തിട്ടേ ഉള്ളൂ. പേഷ്യന്റിന് പൾസ് ഇല്ല, BP ഇല്ല, പേഷ്യന്റ് മരിച്ചു കിടക്കുക. അപ്പം എന്ന് പറഞ്ഞാൽ ബോട്ട് ഡെഡ് എന്ന് പറയും ഞങ്ങൾ, അതായത് പേഷ്യന്റിന് ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ കാർഡിയക് അറസ്റ്റ്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പ് കാർഡിയക് അറസ്റ്റ്. അപ്പോൾ രോഗികൾ പറഞ്ഞു, രോഗിൻ്റെ ബന്ധക്കാർ പറഞ്ഞു, കുറച്ച് മുമ്പ് വരെ ജീവൻ ഉണ്ടായിരുന്ന ഡോക്ടർ പെട്ടെന്നാണ് ഇങ്ങനെ സംഭവിച്ചത്, ഹോസ്പിറ്റലിൽ എത്തുന്നതിന് മുമ്പാണ് സംഭവിച്ചത്, പിന്നെ ഒന്നും മിണ്ടാണ്ടായി എന്ന് പറഞ്ഞിട്ട്. നോക്കുമ്പോൾ പൾസ് ഒന്നുമില്ല, ECG ഒന്നുമില്ല, പേഷ്യന്റ് മരിച്ചെന്നുള്ള ലൈനിലാണ്. അപ്പം പിന്നെ ഞങ്ങൾ എമർജൻസി ടീം റെസിസിറ്റേഷൻ ഒക്കെ ചെയ്തു. പേഷ്യന്റ് ഇമ്പ്രൂവ് ആയി എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ റിതം വന്നു, ഹാർട്ട് വീണ്ടും അടിക്കാൻ തുടങ്ങി, ECGയിൽ കാണാൻ തുടങ്ങി. അപ്പൊ നമ്മൾ റെസിസിറ്റേറ്റ് ചെയ്തു എന്ന് പറയും, കാർഡിയക് റെസിസിറ്റേഷൻ ചെയ്തു. അങ്ങനെ പേഷ്യന്റ് വീണ്ടും ECG അടിക്കാൻ തുടങ്ങി. പക്ഷെ BP ഒക്കെ വളരെ കുറവാണ്, ബോധമില്ല. അങ്ങനെ ഒരു അരമണിക്കൂറുള്ള ഹീറോയിക് ആക്ടിവിറ്റീസ് ഒക്കെ പല ഡോക്ടർമാരൊക്കെ ചെയ്തു. പിന്നെ ഇൻറ്റുബേഷൻ ചെയ്തു, ഓക്സിജൻ കണക്ട് ചെയ്തു, റെസിസിറ്റേഷൻ ചെയ്തു, അഡ്രിനാലിൻ കൊടുത്തു, എല്ലാം കൊടുത്ത് പേഷ്യൻ്റ് ഒരു സ്റ്റേജിൽ. ഈ സ്റ്റേജ് എന്ന് പറയുന്നത് പേഷ്യൻറ്റിന് ബോധമില്ല, പേഷ്യൻ്റ് വെന്റിലേറ്ററിലാണ്, BP സപ്പോർട്ടാണ്, പക്ഷേ ഹാർട്ട് അടിക്കും. അപ്പോൾ പേഷ്യൻ്റ് മരിച്ചോ എന്ന് ചോദിച്ചാൽ മരിച്ചിട്ടില്ല, ഹാർട്ട് അടിക്കുന്നുണ്ട്. മരിച്ചില്ല എന്ന് ചോദിച്ചാൽ അറിയില്ല, കാരണം ബോധമില്ല, എത്ര സമയമായത്. അതായത് ഈ കാർഡിയാക് അറസ്റ്റ് വന്നിട്ട് ഒരു 3 മിനിറ്റും 10 മിനിറ്റിൻ്റെ ഇടയ്ക്കുള്ള ഒരു സമയം വളരെ ക്രൂഷ്യലാണ്. ഒരു 3-4 മിനിറ്റിൻ്റെ ഉള്ളിലാണെങ്കിൽ പേഷ്യൻ്റ് ഫുള്ളായിട്ട് റിക്കവറി ആവുന്നവരാണ്. 10 മിനിറ്റ് കൂടുതലായിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റ് മിക്കവാറും ബ്രെയിൻ ഒന്നും റിക്കവറി ആവാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. കാരണം ഔട്ട് ഓഫ് ഹോസ്പിറ്റലകത്താണെങ്കിൽ ഓക്സിജനും റെസിറ്റേഷനും ഒക്കെ ഉണ്ടാവും. ECG എടുത്ത് നോക്കുമ്പോൾ പേഷ്യൻ്റ് ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ ഹാർട്ട് അറ്റാക്ക് വന്ന് കാർഡിയക് അറസ്റ്റ് ചെയ്തത്. ഞാൻ പറഞ്ഞു എമർജൻസി നമുക്കൊരു ആൻജിയോഗ്രാം ചെയ്ത് ഒരു പേസ് മേക്കർ ഇട്ട് ആൻജിയോപ്ലാസ്റ്റ് ചെയ്ത് നോക്കാം, അതാണ് നമ്മൾ എമർജൻസി ആയിട്ട് ഇപ്പം ചെയ്യേണ്ടത്. പിന്നെ പേഷ്യൻ്റ് പാർട്ടിയോട് പറഞ്ഞു ഇങ്ങനെ എമർജൻസി ആയിട്ട് ചെയ്യണം. അപ്പം പേഷ്യൻ്റ് പാർട്ടി, കാരണം നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പേഷ്യൻ്റ് വളരെ സീരിയസ് ആണ്. അപ്പോൾ അവർക്കൊരു സംശയം, പേഷ്യൻ്റ് ഓൾറെഡി മരിച്ചു കഴിഞ്ഞു ഒരു സംശയം. അപ്പം അങ്ങനെ അവർ കുറേ ആൾക്കാരോടൊക്കെ വീണ്ടും റിലേറ്റീവ്സും ഇവരൊക്കെ സംസാരിച്ചു. പിന്നെ പേഷ്യൻറ്റിനെ എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക് വിധേയനാക്കാൻ അവർക്ക് സമ്മതിക്കണമല്ലോ. അങ്ങനെ അവർ സമ്മതിച്ചു. ഞങ്ങൾ പിന്നെ എമർജൻസി ആൻജിയോപ്ലാസ്റ്റിക് എടുത്തു. എടുത്ത് പേഷ്യൻ്റ് പിന്നെ സക്സസ്ഫുള്ളായി ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, സ്റ്റെൻഡ് ചെയ്തു, പേസ് മേക്കർ ചെയ്തു. ഞാൻ പുറത്ത് വന്നു. കാത്ത് ലാബിൽ നിന്ന് പുറത്ത് വന്നപ്പം കുറേ ആൾക്കാരുണ്ടായിരുന്നു. അവരൊക്കെ ചോദിക്കാൻ തുടങ്ങി, ഡോക്ടറെ ഈ പേഷ്യൻ്റ് ശരിക്കും മരിച്ചിട്ടുണ്ടോ ഇല്ലയോ? ഞാൻ പറഞ്ഞു മരിച്ചിട്ടില്ല, ബോധമില്ല,
പിന്നെ ബോധം വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ചെയ്യാനുള്ളത് നമുക്ക് ശരിയാക്കാൻ പറ്റുന്നത് ശരിയാക്കാം. ശരിയാക്കാൻ പറ്റാത്തത് നമ്മുടെ കയ്യിലുള്ളതല്ലല്ലോ. അത് നമുക്ക് വെയിറ്റ് ചെയ്യാം. ശരിയാക്കാൻ പറ്റുന്നത് ഹാർട്ടിൻ്റെ പ്രോബ്ലമാണ്, ശരിയാക്കിയിട്ടുണ്ട്. പിന്നെ പക്ഷെ പേഷ്യൻറ്റിൻ്റെ പാർട്ടിക്കാരുടെ അവരുടെ റിലേറ്റീവ്സിൻ്റെ മുഖത്ത് വലിയൊരു സന്തോഷമൊന്നും കണ്ടിട്ടില്ല. നമുക്കും വലിയൊരു സന്തോഷമൊന്നുമില്ല. കാരണം നമുക്കറിയില്ല പേഷ്യൻ്റ് രക്ഷപ്പെടുമോ ഇല്ലെന്നുള്ളത്. ഞാൻ പറഞ്ഞു വളരെ ക്രിട്ടിക്കലാണ്, പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ കിടത്തി കുറച്ച് ദിവസം ICUയിൽ കിടത്തി നോക്കാം. ചിലപ്പോൾ രക്ഷപ്പെടും, ചിലപ്പോൾ രക്ഷപ്പെടും. അപ്പോൾ അവർ കോസ്റ്റൊക്കെ ചോദിച്ചിരുന്നു. ഞാൻ പറഞ്ഞു ഒരു 3-4 ലക്ഷം രൂപയൊക്കെ കോസ്റ്റൊക്കെ ഉണ്ടാവും പേഷ്യൻ്റ്. അങ്ങനെ പേഷ്യൻറ്റിന് ICUയിൽ ഡേ 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു, ഒരാഴ്ച കഴിഞ്ഞു, പേഷ്യൻ്റ് ബോധം വന്നിട്ടില്ല. വെന്റിലേറ്ററിലാണ് പേഷ്യൻ്റ്. ഞങ്ങൾ പറഞ്ഞു ട്രക്കിയോസ്റ്റമി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി അത് ചെയ്യണം. അപ്പം പേഷ്യൻസിൻ്റെ പാർട്ടിയൊക്കെ വളരെ ഇതാക്കി. കാരണം പേഷ്യൻ്റ് ജീവിക്കോ ഇല്ലയോ, വെറുതെ ചെയ്തതാണോ, ഇതൊക്കെ അങ്ങനെയൊക്കെ ഒരു പല ഡൗട്ടും ഉണ്ട് ഇതവർക്ക്. പിന്നെ ക്രമേണ പേഷ്യൻ്റ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ചെറിയൊരു സൂചന ചെറിയ കണ്ണൊക്കെ തുറക്കാൻ തുടങ്ങി, കുറച്ച് ബോധം വന്നു. പിന്നെ ഇൻഫെക്ഷൻ ആയിരുന്നു, ഇൻഫെക്ഷൻ കൺട്രോളായി. കിഡ്നി ഫെയിലർ ഉണ്ടായിരുന്നു കൂട്ടത്തിൽ. ഡയാലിസിസ് ചെയ്തു നമ്മൾ. ഒരു 2-3 ആഴ്ച കൊണ്ട് പേഷ്യൻറ്റിൻ്റെ കിഡ്നി ഇമ്പ്രൂവായി, ഇൻഫെക്ഷൻ ശരിയായി, ഹാർട്ട് ഇമ്പ്രൂവായി, പേഷ്യൻ്റ് ഫുൾ കോൺഷ്യസ് ആയി. പിന്നെ നമ്മൾ ട്രക്കിയോസ്റ്റമി ചെയ്യേണ്ടി വന്നില്ല. പേഷ്യൻ്റ് വെന്റിലേറ്ററിൽ നിന്ന് എടുത്തു പേഷ്യൻറ്റിനെ. പിന്നെ പേഷ്യൻ്റ് ഫുള്ളായിട്ട് ഇമ്പ്രൂവായി ICU റൂമിലേക്ക് പോയി. അപ്പം എന്നെ സംബന്ധിച്ചാണ് ഞാൻ ഭയങ്കര ഒരാഴ്ച എനിക്ക് ഉറക്കം വന്നിരുന്നില്ല, കാരണം ഈ പേഷ്യൻറ്റിൻ്റെ സ്ഥിതി ഇത്ര മോശമായതുകൊണ്ട്. അതിനുശേഷം ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഞാനൊരു ഭയങ്കര ഒരു ഹീറോയിക് ആക്ടിവിറ്റി ചെയ്തത് കൊണ്ടാണ് ആ ഒരു ഡിസിഷൻ മേക്കിംഗ്. ആ സമയത്ത് പേഷ്യൻ്റ് മരിച്ചു അഥവാ ബ്രെയിൻ ശരിയാവില്ല എന്ന് വിചാരിച്ച് ഞാൻ അന്ന് ചെയ്തിരുന്നെങ്കിൽ, ആൻജിയോപ്ലാസ്റ്റി ചെയ്തില്ലായിരുന്നെങ്കിൽ, അന്ന് പേസ് മേക്കറൊക്കെ ഇട്ടില്ലായിരുന്നെങ്കിൽ, വെന്റിലേറ്റർ സപ്പോർട്ട് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ആ പേഷ്യൻ്റ് നഷ്ടപ്പെട്ടു പോയേനെ. പക്ഷേ ഈ പേഷ്യൻ്റ് നടന്ന് ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം അങ്ങനെ ഞാൻ ഭയങ്കര സന്തോഷത്തിൽ ഇങ്ങനെ നിങ്ങളൊരു ഹീറോയിക് ആക്ടിവിറ്റി ചെയ്തല്ലോ എന്നുള്ള ഒരു ഇതിൽ പാർട്ടിനോട് സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞ് ഒരു കണ്ണുനീര് കാണാം അവരുടെ. അപ്പം ഞാൻ ചോദിച്ചു എന്താണ് എന്ന്. ഞാൻ വിചാരിച്ചു അവരുടെ ഒരു സന്തോഷത്തിന്. പക്ഷേ അവർ അങ്ങനെയല്ല. അവരുടെ കണ്ണീരിന് കാരണം നമ്മൾ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ഇതൊക്കെ ചെയ്ത് നമ്മളെ ടെൻഷൻ വേറെയായിരുന്നു. അവരുടെ ടെൻഷൻ, അവർക്ക് പല ആൾക്കാരും പറഞ്ഞത്രേ ഈ അന്നേരം ബില്ലും ഏകദേശം നമ്മൾ പറഞ്ഞ 3-4 ലക്ഷത്തിന് ഒരു 10 ലക്ഷം രൂപ ബില്ലായിട്ടുണ്ട്. പല ആൾക്കാരും പറഞ്ഞത്രേ ഇത് മരിച്ച പേഷ്യൻസിൽ ഇവർ വെറുതെ ചെയ്തതാണ്, ഈ പേഷ്യൻ്റ് ഓൾറെഡി മരിച്ചതാണ്. അങ്ങനെ അവർ വിശ്വസിച്ചു ഒരാഴ്ച വരെ. എന്നിട്ട് നിങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ എന്നുള്ള ആ ഒരു പശ്ചാത്താപം കൊണ്ടാണ് അവർ ഈ കണ്ണുനീർ, ഈ ഡോക്ടറെ ഞങ്ങൾ തെറ്റിദ്ധരിച്ചല്ലോ ഈ സെറ്റപ്പിനോട്. അപ്പം ഞാനിങ്ങനെ കുറേ ആലോചിച്ചു. ഇത് വളരെ വളരെ ഗൗരവമായ വിഷയമാണ്. കാരണം ഈ പേഷ്യൻ്റ് അഥവാ രക്ഷപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഇവരുടെ സംശയം അത് സാധൂകരിച്ചതിന്. അത് എന്നെ വളരെ ചിന്തിക്കാൻ എനിക്കൊരു അവസരം തന്നു. എന്തുകൊണ്ടാണ് രോഗികൾ ഒന്ന് ആ എമൗണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ രോഗികളുടെ രോഗികളുടെ ഇപ്പോഴുള്ള ഒരു മനോഭാവം അങ്ങനെ ആയിരിക്കാം. ഹോസ്പിറ്റലുകാർ വെറുതെ ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഡോക്ടർമാരങ്ങനെ ചെയ്യുകയാണ്, അങ്ങനെ ഒരു മനോഭാവമായിരിക്കാം. അല്ലെങ്കിൽ ഈ സാമൂഹികമായിട്ടുള്ള ഈ ആൾക്കാരൊക്കെ ഇത് ഈ പല പത്രക്കാരും പല സോഷ്യൽ മീഡിയാസൊക്കെ അവരുടെ ഒരു കോൺസെപ്റ്റ് അങ്ങനെയായി മാറിയിട്ടുണ്ടാവാം. ഞാൻ കുറേ ആലോചിച്ച് നോക്കുമ്പോൾ സംഭവം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ഒരു നഴ്സിംഗ് ഹോം ഉണ്ടായിരുന്നു, ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു, ആ ഡോക്ടർക്ക് നഴ്സുമാരുണ്ടായിരുന്നു. അവർ ഈ രോഗിയെപ്പറ്റിയും രോഗിയുടെ ബന്ധക്കാരെ പറ്റിയും രോഗിയുടെ അടുത്ത ആൾക്കാരെ പറ്റിയും വളരെ സീരിയസ് ആയിട്ട് എല്ലാവരും അവർക്ക് അറിയുന്ന ഒരു ഫാമിലി പോലെയായിരുന്നു. രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിനെ മാക്സിമം അവർ കുറേ സമയം കണ്ടെത്തി രോഗിയുടെ കൂടെ ചിലവഴിച്ച് രോഗിനെ അസുഖം കണ്ടുപിടിച്ച് മിനിമം ചിലവിൽ മിനിമം ടെസ്റ്റിൽ ഈ രോഗിനെ അവർക്ക് പറ്റുന്ന മാക്സിമം ട്രീറ്റ്മെൻറ്റ് കൊടുത്ത് പേഷ്യൻ്റ് മരിച്ചാൽ വരെ ആർക്കും ഒരു കംപ്ലൈൻ്റ് ഇല്ലായിരുന്നു. അങ്ങനെയുള്ള ഒരു നഴ്സിംഗ് ഹോം കൾച്ചർ കംപ്ലീറ്റ് പോയി ഒരു കോർപ്പറേറ്റ് ബിസിനസ് കൾച്ചർ നമ്മുടെ നാട്ടിൽ മുഴുവനായി വന്നു. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. ഈ കോർപ്പറേറ്റ് ബിസിനസ് കൾച്ചർ വരുമ്പോൾ ഡോക്ടർമാരും അതുപോലെ തന്നെ ഈ മാനേജ്മെൻറ്റും വളരെ പ്രഷർ ഇടുകയും അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഹോസ്പിറ്റൽസിന് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡോക്ടർമാർ ഈ ഗവൺമെൻറ്റിൻ്റെ പുതിയ പല നയങ്ങൾ വന്നിട്ട് പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, പ്രൈവറ്റ് മെഡിക്കൽ കോളേജുകളും കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ടാണ് ഇപ്പോൾ പല ഡോക്ടർമാരുണ്ടാവുന്നത്. അവരുടെ ഒരു പ്രഷർ, കോടിക്കണക്കിന് ഇൻവെസ്റ്റ് ചെയ്ത ഹോസ്പിറ്റൽ മുതലാളിമാരുടെ പ്രഷർ, ഈ പ്രഷറൊക്കെ വന്നിട്ട് ഈ ഹോസ്പിറ്റൽ എന്നുള്ളത് ആ വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നഴ്സിംഗ് ഹോം കൾച്ചറിൽ നിന്ന് മാറി ഒരു കോർപ്പറേറ്റ് കൾച്ചർ വന്നു. അതോടുകൂടി ഈ ഡോക്ടർമാരും രോഗികളും തമ്മിലുള്ള അകലം കൂടിക്കൂടി വന്നു. അതാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാന കാരണം. അപ്പോൾ ഇതെങ്ങനെ പരിഹരിക്കുക എന്നുള്ള അന്ന് ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്, നമുക്കൊരു അഫോർഡബിൾ കോസ്റ്റിൽ ഒരു നഴ്സിംഗ് ഹോം ട്രീറ്റ്മെൻറ്റ് ഒരു കോർപ്പറേറ്റ് സെറ്റപ്പിൽ കൊടുക്കണം. അതായത് പഴയ നഴ്സിംഗ് ഹോം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ പറ്റില്ല. അപ്പം ഒരു അഫോർഡബിൾ റേറ്റിന് ഒരു കോർപ്പറേറ്റ് കൾച്ചർ, നഴ്സിംഗ് ഹോം കൾച്ചർ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റൽ ഉണ്ടാക്കണം. അപ്പം ഞാൻ ആ ഒരു സ്വപ്നത്തിലൂടെയാണ് ഇന്ത്യാന എന്നുള്ള ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. ഇന്ത്യാന ഹോസ്പിറ്റൽ ഒരു കോർപ്പറേറ്റ് ഹോസ്പിറ്റലാണ്. എല്ലാ ആധുനിക സൗകര്യങ്ങളും ഉണ്ട്, എല്ലാ മോഡേൺ ടെക്നോളജിയും മോഡേൺ ഡോക്ടേഴ്സും ഒക്കെ ഉണ്ട്. അതേ സമയത്ത് തന്നെ ഞങ്ങളുടെ സമീപനം
മറ്റുള്ള കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ്. രോഗിയെ മുഴുവനായിട്ട് മനസ്സിലാക്കുകയും രോഗിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവരുടെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കുകയും ഞങ്ങൾ ഡോക്ടർമാർ തമ്മിൽ ഭയങ്കര മീറ്റിംഗ് ഉണ്ടാവും. ഈ രോഗിക്ക് ഇത്ര ടെസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവരുടെ ബാക്കിയുള്ള ബാക്ക്ഗ്രൗണ്ട് നോക്കുമ്പോൾ ഇവർക്കൊരു മിനിമം ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ബെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് ചെറിയ ഒരു എമൗണ്ടിന് എങ്ങനെ കൊടുക്കാൻ പറ്റും എന്നുള്ള പലപ്പോഴും ഞങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരുപാട് രോഗികളെ നമ്മൾക്ക് സഹായിക്കാനും പറ്റും. അതേ സമയത്ത് നല്ല ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും പറ്റും. ട്രീറ്റ്മെൻറ്റിൽ എവിടെയും കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. പക്ഷേ നമ്മൾ സമയം ചെലവഴിക്കണം. എല്ലാ ഡോക്ടറും റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കൺസൾട്ടൻസ്. മറ്റേതൊരു കൺസൾട്ടൻ്റ് ഒന്ന് എഴുതി രോഗിനെ പറ്റും അറിയില്ല, മറ്റേ ഡോക്ടർ എന്താണ് എഴുതിയതെന്ന് അറിയില്ല, അത് പോയി. അതേസമയത്ത് ഈ പബ്ലിക് മീഡിയയിലൂടെ സോഷ്യൽ മീഡിയ രോഗികൾക്കും അതുപോലെ തന്നെ നാട്ടുകാർക്കും ഇതിനെപ്പറ്റിയുള്ള ഈ ബന്ധക്കാർക്കും അവയർനെസ് കൊടുക്കണം. ചില രോഗങ്ങൾ വന്നാൽ വളരെയധികം ഇൻവെസ്റ്റ്മെൻറ്റ് വളരെയധികം അവർ തുക ചിലവാക്കേണ്ടി വരും ആ രോഗത്തിന്. ഇപ്പോഴത്തെ മോഡേൺ ട്രീറ്റ്മെൻറ്റ് അങ്ങനെയാണ്. ഒരു ലിവർ ട്രാൻസ്പ്ലാന്റ് വന്നു, അല്ലെങ്കിൽ ഒരു കിഡ്നി ട്രാൻസ്പ്ലാന്റ് വന്നു, അങ്ങനെ അപ്പോൾ അത് അവർക്ക് അതിനെപ്പറ്റി ബോധം ഉണ്ടാവണം. എന്നാലേ അവർക്ക് ഈ രോഗം എന്താണ്, ഈ രോഗത്തിന് എന്താണ് ചികിത്സ, ഈ ചികിത്സയ്ക്ക് എത്ര ചിലവ് വരും, അതിന് കണക്കായിട്ടായിരിക്കണം രോഗികൾ ഒരു ഹോസ്പിറ്റലിനെ സമീപിക്കേണ്ടത്. സാമ്പത്തികമായി വളരെ പിന്നോക്കമുള്ളവർ അവർ ഗവൺമെൻറ് ഹോസ്പിറ്റലിനെയും മെഡിക്കൽ കോളേജിനെയും അവർ സമീപിക്കേണ്ടി വരും. പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വരുമ്പോൾ അവർക്കൊരു ധാരണ ഉണ്ടായിരിക്കേണ്ടി വരും. അതിന് ഈ പത്രക്കാരും സോഷ്യൽ മീഡിയാസൊക്കെ അവർക്കൊരു അവയർനെസ് ഉണ്ടാക്കണം. എന്നാലേ അപ്പോൾ രോഗികൾക്കും സമൂഹത്തിലും ഒരു അവയർനെസ് ഉണ്ടാക്കുകയും അതേസമയത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റും ഡോക്ടർമാരും ഇതിനെ ഒരു പഴയ നഴ്സിംഗ് ഹോം കൾച്ചർ ഒരു പുതിയ കോർപ്പറേറ്റ് ഹോസ്പിറ്റലിലേക്ക് വരികയും ചെയ്തു കഴിഞ്ഞാൽ ഇന്നത്തെ ആരോഗ്യരംഗത്തുള്ള പ്രശ്നങ്ങൾ ഒരു പരിധിവരെ പരിഹരിക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. താങ്ക് യു.